ജനാധിപത്യത്തിൽ ജയവും പരാജയവും ഒക്കെ തന്നെ സ്വാഭാവികമാണ്. അത് സംഭവിക്കും. ജയത്തിൽ കൂടുതൽ സന്തോഷിക്കുകയും പരാജയത്തിൽ തകർന്നു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമില്ല. അതൊക്കെ മാറിമറിയും. ഇപ്പോൾ EMS പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്, EMS മുഖ്യമന്ത്രിയായിട്ടുണ്ട്, കരുണാകരൻ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്, മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നിരയിൽ നോക്കിയാൽ ആയിരുന്നവർ പ്രതിപക്ഷ നേതാവും, പ്രതിപക്ഷ നേതാവായിരുന്നവർ മുഖ്യമന്ത്രിമാരുമായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായി, അതിനുശേഷം മുഖ്യമന്ത്രിയായി. ആ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി പിന്നീട് മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അപ്പോൾ ഈ കാലത്തൊക്കെ തന്നെ നമുക്കറിയാലോ, പഞ്ച് ഡയലോഗുകൾ കാച്ചി അധികാരത്തിലെത്തിയിട്ടുള്ള പലർക്കും പക്ഷേ അധികാരത്തിലെത്തിയ ശേഷം ആ പഞ്ച് ഡയലോഗുകൾ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈവൻ VS അച്യുതാനന്ദന് പോലും സ്ത്രീപീഡന കേസുകളിൽ പ്രതികളാകുന്നവരെ കയ്യാമം വെച്ച് റോഡിലൂടെ നടത്തിക്കും എന്ന് പഞ്ച് ഡയലോഗ് അടിച്ച് VS അച്യുതാനന്ദൻ അധികാരത്തിലെത്തിയപ്പോൾ എത്രത്തോളം അദ്ദേഹത്തിന് അതൊക്കെ നടപ്പാക്കാൻ കഴിഞ്ഞു എന്ന വലിയ ചോദ്യമുണ്ട്. അപ്പോൾ പഞ്ച് ഡയലോഗുകളുടെ കാര്യത്തിൽ VD സതീശനും ഒട്ടും മോശമല്ല. VD സതീശനും പഞ്ച് ഡയലോഗുകളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. അത് പിണറായി വിജയനെ നോക്കി, പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി ഇത് സ്റ്റാലിൻ്റെ റഷ്യയല്ല എന്ന് VD സതീശൻ പറയുന്നു. അതേ രീതിയിൽ പിണറായി വിജയൻ VD സതീശനെ നോക്കി ശക്തമായ ഡയലോഗുകൾ നടത്തിയിരുന്നു. അപ്പോൾ VD സതീശൻ്റെ ഈ ഡയലോഗുകൾ ജനങ്ങളെ വലിയ തോതിൽ ആകർഷിച്ചിട്ടുണ്ട്. ആ ആകർഷണം അതൊരു വലിയ പ്രതീക്ഷയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ വലിയ പ്രതീക്ഷയാണ് VD സതീശന് മേൽ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ വെച്ച് പുലർത്തുന്നത്. അതൊരു ചെറിയ പ്രതീക്ഷയല്ല, അതൊരു വലിയ പ്രതീക്ഷയാണ് എന്ന് തന്നെ പറയാം.